അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള ചാലഞ്ചുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിന് പിന്നാലെ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ജയിച്ച ഡെൻ ടീമാണ് പവർ ടീമിനോട് മത്സരിക്കാൻ പോകുന്നത്. അതായത് ജിൻഡോ, ജാസ്മിൻ, അൻസിബ ചേർന്നടങ്ങിയ ഡെൻ ടീം നിലവിലെ പവർ ടീമായ ഗബ്രി, ഋഷി, ശരണ്യ, ശ്രീരേഖ ഇവരോട് മത്സരിക്കും. രണ്ട് ടീമും തമ്മിൽ ശക്തമായ കോമ്പറ്റീഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അപ്പോഴേ ഉറപ്പായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ പ്രൊമോ പ്രകാരം പവർ ടീമിലേക്കുള്ള ചാലഞ്ച് ടാസ്കിനിടയിൽ ഗബ്രിയും ജിൻഡോയും തമ്മിൽ നേർക്കുനേർ ആക്രമണം നടന്നിരിക്കുകയാണ്. അതായത് ഫിസിക്കൽ അറ്റാക്ക്. രണ്ടുപേരും തമ്മിൽ ഫിസിക്കലി ഏറ്റുമുട്ടുന്നത് നമുക്ക് കാണാം. എല്ലാ സീസണിലും കോമൺ ആയി ഉണ്ടാവാറുള്ള ഡേഞ്ചറസ് കോയിൻ ടാസ്ക്കാണ് ഇത്തവണ ഇക്കൂട്ടർക്കായി ബിഗ് ബോസ് നൽകിയിരിക്കുന്നത്. എതിർ ടീമിലുള്ളവരുടെ മേൽ ഓടിപ്പിടിച്ച് കോയിൻ ഒട്ടിക്കണം. ഇങ്ങനെ അവസാനത്തെ ബസർ അടിക്കുമ്പോൾ ആരുടെ ദേഹത്താണോ ഡേഞ്ചറസ് കോയിൻ ഉള്ളത് അവർ ഗെയിമിൽ നിന്നും പുറത്താവും. ഇത് റിപ്പീറ്റ് ചെയ്ത് അവസാന 2 പേരിൽ ആരുടെ മേലാണോ കോയിൻ ഉള്ളത് അവരുടെ ടീം ടാസ്കിൽ നിന്നും പുറത്താവും. മറ്റേ ടീം ജയിക്കും. അതായത് ഫിസിക്കലി എനർജി ആവശ്യമുള്ള ടാസ്ക്കാണ് ഈ ഡേഞ്ചറസ് കോയിൻ എന്ന് പറയുന്നത്. മാക്സിമം മത്സരാർത്ഥികൾ ഈ കോയിൻ മെയിലാതെ നോക്കാൻ ശ്രമിക്കും. ഈ ടാസ്ക്കാണ് ഇത്തവണ ബിഗ് ബോസ് ഇരുവർക്കുമായി നൽകിയത്. പവർ ടീമിലുള്ള എല്ലാവരും, അതായത് ഗബ്രി ആയാലും ഋഷി ആയാലും ശ്രീരേഖ ആയാലും ശരണ്യ ആയാലും ഓടാൻ കെൽപ്പുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞവരൊക്കെ, പ്രത്യേകിച്ച് ഗബ്രിയും ഋഷിയും. ഇനി ഡെൻ ടീമിലാണെങ്കിൽ ജാസ്മിൻ, ജിൻഡോ, അൻസിബ. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും ഓടിയെത്താൻ ഇവർക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് അത്രയും ഹെവിയായ ടാസ്ക്കാണ് ബിഗ് ബോസ് പവർ ടീം മത്സരത്തിനായി 2 ടീമിനും നൽകിയത്. ടാസ്കിനിടയിൽ ജിൻഡോ ഗബ്രിയുടെ മേലെ ഈ ഒരു കോയിൻ ഒട്ടിക്കുന്നുണ്ട്. ശേഷം അത് തിരിച്ചൊട്ടിക്കാൻ വേണ്ടി ജിൻഡോയെ ഗബ്രി പിടിച്ചു വെക്കുന്നതും ഇരുവരും കൂടി മറിഞ്ഞു വീഴുന്നതും പ്രൊമോയിൽ കാണാം. ഗബ്രിയുടെ നെഞ്ചത്തേക്കാണ് ജിൻഡോ മറിഞ്ഞു വീഴുന്നത്. നിലത്ത് വീണിട്ട് പോലും രണ്ടുപേരും പരസ്പരം പിടിവിടാതെ തറയിൽ കിടന്ന് മൽപ്പിടിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ മോശമാവുന്നെന്ന് മനസ്സിലാക്കി ഹൗസ്മേറ്റ്സ് ഓടിയെത്തി ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ടാസ്കിനിടയിൽ ഇവരും നേർക്കുനേർ ആക്രമണം, അതായത് ഒരു ഫിസിക്കലി അറ്റാക്ക് നടത്തുന്നത് പോലെയാണ് പ്രൊമോയിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്കറിയാം, എത്രയൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് വീട്ടിൽ ടാസ്ക് വരുമ്പോൾ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കുന്ന 2 പേരാണ് ജിൻഡോയും ഗബ്രിയും. ജയിക്കുന്നതിനായി എത്ര ബുദ്ധിമുട്ടാനും 2 പേർക്കും ഒരു മടിയില്ല. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു ഗെയിം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മറ്റൊന്ന്, ജിൻഡോയും ഗബ്രിയും തുടക്കം മുതൽ തന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിനെ പരസ്പരം തർക്കിക്കുന്നവരാണ്. ഒരു ചാൻസ് കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നേർക്കുനേർ കിട്ടിയപ്പോൾ കിട്ടിയ അവസരം 2 പേരും മുതലാക്കുവാനും സാധ്യത കൂടുതലാണ്. ഈ പ്രൊമോ വൈറലായതോടെ ശാരീരികമായി ഏറ്റുമുട്ടിയതിന്റെ പേരിൽ ഇരുവരും റെഡ് കാർഡ് കിട്ടി പുറത്താകുമോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട്. കാരണം 2 പേരും ഗെയിമാണെന്ന് മറന്നു പെരുമാറുന്നത് പോലെയാണ് പ്രൊമോയിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും പ്രൊമോ പുറത്തെത്തിയതിന് പിന്നാലെ ഇഷ്ടം പോലെ കമന്റുകളാണ് ഈ പ്രൊമോ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്. ജിൻഡോയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കും, ഫിസിക്കൽ അസോൾട്ടാണ് നടന്നത്, ബിഗ് ബോസ് പേര് മാറ്റി ബിഗ് ബോസ് ഹോസ്പിറ്റൽ എന്നാക്കും. അങ്ങനെ മൊത്തത്തിൽ ജിൻഡോ ഗബ്രിയെ അറ്റാക്ക് ചെയ്തു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പുവശം.